ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷാനുപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തില് വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്ന മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലായിരുന്നു വിശ്വസ്തത എന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം 46 വാക്യത്തിൽ 45 വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്: എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ. അല്ലെ, ബുദ്ധിമാനും അതുപോലെ തന്നെ വിശ്വസ്തനും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധിമാൻ, അല്ലെ. അപ്പോ ഇത് ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരെയും കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇടയന്മാരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തെ കുറിച്ച് പറയുന്നതിൽ വളരെയധികം ലജ്ജ കാണിക്കും. അവർക്ക് അപമാനമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം പറയുന്നത് തന്നെ. അവർക്കൊരു ലജ്ജയാണ്, ഒരു നാണക്കേടാണ്, അപമാനമാണ്. അവർക്ക് അതിനെ തള്ളിക്കളയുന്നതിലാണ് കൂടുതലും താല്പര്യം എന്ന് പറയുന്നത്. ഇതൊരു അന്ത്യകാല ലക്ഷണമായി നമുക്കതിനെ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അല്ലെ, യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകളുടെയും മനസ്സിലേക്ക് കിടന്നു വരുമ്പോഴത്തേക്കും തന്നെ അപ്പൊ ആ നാമത്തിന് അത്രമേൽ പ്രാധാന്യമുള്ള നാമം, സകല നാമത്തിലും മേലായ നാമം എന്നാണ് യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തെ ഇന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നു? സകല നാമത്തിലും മേലായ നാമത്തെ തള്ളിക്കളഞ്ഞിട്ട് അതിനെ ഇപ്പോൾ എന്താണ്, ഒരു ആത്മീയ വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന ഒന്നാക്കി മാറ്റിയില്ലേ. രോഗികളെ സൗഖ്യമാക്കാനും അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാനും ഒക്കെ മാത്രമായി ആ നാമത്തിന്റെ പേര് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ രക്ഷപ്പെടാൻ തന്നെ നാമം അതിനെ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് സത്യം എന്ന് പറയുന്നത്. ജനം അതിനെ വെറുത്തു തുടങ്ങി, അല്ലേ? അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ മനസ്സിലാക്കണം, 4 അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 4:12 പറയുകയാണ്, മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നാമത്തെ തള്ളിക്കളയുന്ന ഒരു കൂട്ടം ഉപദേഷ്ടാക്കന്മാരും ഒരു കൂട്ടം വിശ്വാസികളും ഒരു കൂട്ടം എന്താ പറയുക അധ്യക്ഷന്മാരും ഇന്ന് ഈ ലോകത്ത് ഏറി വരികയാണ്. കാരണം 3 ദൈവങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനും 3 വ്യക്തികൾ ഉണ്ടെന്ന് സ്ഥാപിക്കാനും 3 വ്യക്തികൾ ചേർന്ന ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാനും. കാരണം മോശയും അപ്പോസ്തലനായ പൗലോസും പഠിപ്പിച്ചത് എന്താണ്? പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അതുപോലെ തന്നെ മോശ പഠിപ്പിച്ചത് എന്തായിരുന്നു? ഏകദൈവമേ ഉള്ളൂ. ഇസ്രായേലിനെ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 62:2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയ, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജാതികൾ നിന്റെ ദൈവം, സകല രാജാക്കന്മാരും എന്ത് ചെയ്യും? നിന്റെ മഹത്വത്തെയും കാണുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ദൈവത്തിന്റെ നീതിയും മഹത്വവും ആര് കാണാൻ പോകുന്നു? ജാതികൾ കാണാൻ പോകുന്നു, രാജാക്കന്മാര് കാണാൻ പോകുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു വച്ചിരിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, കർത്താവിന്റെ നാമത്തെ തള്ളിക്കളയുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കും എന്നുള്ളതാണ് വളരെ വ്യക്തമായി. കാരണം ഈ നാമത്തിലെ രക്ഷയുള്ളൂ, സകല നാമത്തിലും മേലായ നാമം, ഏക സത്യദൈവം, ഏക സത്യവഴി, ഏക വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ, ഏക വഴി ഏക സത്യം എന്ന് പറയുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം സ്വീകരിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ.
നമ്മള് യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ യെശയ്യാവിന്റെ പുസ്തകം 62:2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. 62-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ജാതികൾ എന്ന് പറയുമ്പോൾ. യെശയ്യാവിന്റെ പുസ്തകം 2:2 നമ്മൾ വരുമ്പോ യെശയ്യാവിന്റെ പുസ്തകം 2:2 നമ്മൾ വായിക്കുന്നു. 2:2 നമ്മൾ വായിക്കുക: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. കർത്താവിന്റെ വിരവിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്ത്യകാലത്ത് അല്ലെ, മീഖായുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ നമ്മൾ പഠിക്കുമ്പോ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേകം വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേകം ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കുകളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയില്ല. അവർ ഓരോരുത്തരും താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവർഷത്തിന്റെ കീഴിലും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ അത് അരുളി ചെയ്തിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്? കർത്താവിന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്ന യുദ്ധങ്ങൾ ഉണ്ടാകത്തില്ല, യുദ്ധശ്രുതികൾ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യമാണ് അന്ത്യനാളത്തിൽ നടക്കാൻ പോകുന്ന, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, കർത്താവിന്റെ രാജ്യത്ത് പ്രവേശിക്കുന്ന ദൈവജനത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോ നമ്മൾ 2:2 നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം ഏതാണ്? 11:9 നമ്മൾ വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 11:9 ആലയമുള്ള പർവ്വതത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 11:9: സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യെശയ്യായുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. യെശയ്യായുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അപ്പൊ യെശയ്യായുടെ മകനായി വേരായവനായി ജനിച്ചത് ആരാണ്? യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ജാതികൾ ഒഴുകി വരും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ നാമം തള്ളിക്കളഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ? പ്രിയ സഹോദരങ്ങളെ, അവിടെ എഴുതി വെച്ചിരിക്കുക അന്വേഷിച്ചു വരും. അതാണ് അവിടെ രേഖപ്പെടുത്തിയത്. കർത്താവിന്റെ കാലത്ത് അവനെ അന്വേഷിക്കും. ജാതികളെ കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. അത് ഇക്കാലത്ത് കർത്താവിനെ അവന്റെ ഉപദേശങ്ങളെ അന്വേഷിക്കുന്ന ജാതികൾ നിരവധിയാണ്. വരാൻ പോകുന്ന കാലയളവിൽ കൂടുതൽ പേർ തീക്ഷ്ണതയോടെ കർത്താവിനെ അന്വേഷിച്ച് സമീപിക്കുന്നതിനെ ഈ വാക്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? അന്നാളിൽ കർത്താവായ യേശുക്രിസ്തു ആ ഏക നാമത്തിന് വേണ്ടി
ആളുകൾ ഓടിയെത്തും എന്നുള്ളതാണ്. ഇന്ന് ആ നാമത്തെ എല്ലാവരും തള്ളിക്കളയും. 3 ദൈവമാണെന്നും 3 പ്രസ്ഥാനമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും തള്ളിക്കളയുമ്പോൾ അന്ന് അവർ ഓടിച്ചെല്ലുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 27:13 നമ്മൾ വായിക്കുമ്പോൾ, 27-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അന്നാളിൽ മഹാകാഹളം ഊതും, അശൂർ ദേശത്ത് നഷ്ടമായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിനെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. അപ്പൊ അന്നാളിൽ മഹാകാഹളം ഊതും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യെശയ്യാവ് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്, അന്നാളിൽ മഹാകാഹളം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു മഹാകാഹളത്തെ കുറിച്ച്, അല്ലെ? നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്, മത്തായിയുടെ സുവിശേഷം 24:31 നമ്മൾ വായിക്കുമ്പോ അത് കാണുന്നുണ്ട്. അപ്പോ അന്നാളിൽ മഹാകാഹളമൂതും, അശൂര ദേശത്ത് നഷ്ടമായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലയത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്, അല്ലെ? 56:7 നമ്മൾ വരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 56:7 വരുമ്പോ, 56:7 വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നു. 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എന്റെ യാഗപീഠത്തിന് പ്രസാദമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ആലയത്തെ കുറിച്ച്. ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കുക. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെയും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ കുറിവാക്യം വന്ന ആലയത്തിലാണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത്, അല്ലെ? അപ്പോ 57:13 നമ്മൾ വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 57:13 നമ്മൾ 57:13 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ, എന്നാൽ അവയൊക്കെയും കാറ്റ് പാറ്റിക്കൊണ്ട് പോകും, ഒരു ശ്വാസം അവയെ നീക്കിക്കളയും. എങ്കിലും എന്നെ ആശ്രയിക്കുന്നവൻ ദേശത്തെ അവകാശമാക്കി എന്റെ വിശുദ്ധ പർവ്വതത്തെ കൈവശമാക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെയും നമുക്ക് ആലയം, കർത്താവിന്റെ ആലയം, അല്ലേ, എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ വീണ്ടും 66:25 വരുമ്പോ, യെശയ്യാവിന്റെ പുസ്തകം 65:25 വരുമ്പോ അവിടെ കാണുന്നു, 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മെയ്യും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ യഹോവയുടെ നാമം, ആ നാമം ഏതാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ പ്രധാനമായ വിജയം എന്ന് പറയുന്നത്. യഹോവ വായി കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ ആ നാമത്തിലുള്ള രക്ഷ, ആ നാമത്തെ നമ്മൾ കണ്ടെത്തണം. യേശുക്രിസ്തുവിന്റെ നാമം, ആ നാമത്തിലൂടെ അല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. 66:20 പറയുകയാണ്, യെശയ്യാവിന്റെ പുസ്തകം 66:20 നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു. 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി, ഇസ്രായേൽ മക്കളെ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല ജാതികളുടെ ഇടയിൽ നിന്നും നിങ്ങളുടെ സഹോദരന്മാരെ ഒക്കെയും കുതിരപ്പുറത്തും രഥങ്ങളിലും പലകുകളിലും കോവർക്കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യഹോവയുടെ ആലയത്തെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അപ്പോൾ ദൈവം ഒരു മന്ദിരമായി അല്ലെങ്കിൽ ഒരു മനുഷ്യനായി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യനെ തങ്ങളുടെ മന്ദിരങ്ങളാക്കി
അവരുടെ ഹൃദയങ്ങളിൽ ഇരിക്കുവാൻ, അവരുടെ ഹൃദയത്തിൽ ഇരിക്കുവാൻ വേണ്ടിയാണ് താൻ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ പാത മനുഷ്യനെ കൊണ്ട് എടുപ്പിക്കുന്ന അവസ്ഥ. അല്ലേ? അത് എടുത്താലേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നില്ലയോ എന്ന് അറിയുന്നില്ലയോ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കാരണം എന്തിനാണ്? നമുക്കൊരു മാതൃക തരുവാനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് ഒരു മന്ദിരമായി അവൻ ശോഭിച്ച് കടന്നുപോയത്. എന്തുകൊണ്ടാണ്? അവൻ ഇനിയും വരും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ആരിൽ വിശ്വസിക്കുന്നവരാ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു കാലത്ത് ലജ്ജിച്ചു പോകത്തില്ലെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. കാരണം ഇന്ന് പലരും പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമം ധരിച്ചിരിക്കുന്നവർ നശിച്ചു പോകുമെന്ന് പലരും പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല? നശിച്ചു പോകത്തില്ല, അവർ ലജ്ജിക്കാനും പോകുന്നില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അപ്പൊ യഹൂദനെന്നോ യവനനെന്നോ എല്ലാവർക്കും കർത്താവ് ഒരുവൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 2 കർത്താവ് നമുക്കില്ല, യഹോവയായ കർത്താവും യേശുവായ കർത്താവും. അങ്ങനെ 2 കർത്താക്കന്മാർ നമുക്കില്ല എന്നുള്ള കാര്യം അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാകുന്നു എന്നും അതിന്റെ അടുത്ത വാക്യത്തിൽ ശ്രദ്ധിക്കണം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അല്ലേ? അപ്പോസ്തല പ്രവർത്തകൻ പത്രോസ് പറഞ്ഞ അതേ കാര്യം തന്നെ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ അതേ കാര്യം തന്നെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങോട്ട് വിശദീകരിച്ച് എഴുതിയിരിക്കുകയാണ്. കർത്താവിന്റെ നാമം, അതായത് യേശു കർത്താവിന്റെ നാമം എന്താണ്? വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം? കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിച്ച് തല താഴ്ത്താൻ അവൻ സമ്മതിക്കുകയില്ല. അത് ആരൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവർ ലജ്ജിക്കുകയില്ല, അവർ അപമാനപ്പെടുകയില്ല എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അല്ലെ? അവരില്ലാതായി പോകുന്ന ആര് പ്രവചിച്ചെന്ന് പറഞ്ഞാലും ആര് ഇത് ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും എന്ത് ചെയ്യത്തില്ല, നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യം, അതായത് പത്രോസ് പഠിപ്പിച്ച കാര്യം 2:38, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ട്, ആ നാമം ഏത് എന്ന് മനസ്സിലാക്കണം, ആ നാമമാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് അവർ പഠിപ്പിച്ചു. ആര് പഠിപ്പിച്ചു? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിപരീതമായി ആരെങ്കിലും പഠിപ്പിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്ന് അപ്പോസ്തലനായ പൗലോസ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ വചനത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 52:10 നമ്മൾ വായിക്കുന്നു, സകല ജനതകളും കാണുകെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഭൂമിയുടെ അറ്റങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും.
അപ്പം യഹോവയായ ദൈവം തന്റെ വിശുദ്ധ ഭുജത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്റെ വലത് കരം, അല്ലെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വലത് കരത്തെ കുറിച്ച് സംസാരിച്ചപ്പോ പല ആളുകൾക്കും വളരെയധികം വിഷമം തോന്നി. പക്ഷേ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അല്ലെ, യെശയ്യാവിന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ, അല്ലെ, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പറയുന്നു, സകല ജനതകളും കാണുക യഹോവ തന്റെ വിശുദ്ധ ജനത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലെ, വിശുദ്ധ ഭുജത്തെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. വിശുദ്ധ ഭുജത്തെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂമിയുടെ അറ്റങ്ങളെല്ലാം നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കാണും. അല്ലെ, നമ്മുടെ ദൈവത്തിന്റെ രക്ഷ. കാരണം നമ്മുടെ ദൈവം മനുഷ്യനായി വന്ന് ഭൂമിയിൽ രക്ഷപ്പെടുത്തുന്ന കാഴ്ച കാണും എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കാലങ്ങളിൽ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന പ്രിയജനം ആരെയാണ് സ്തുതിക്കേണ്ടത്? അല്ലേ, അവിടെ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9:2 ഞാൻ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കും, അത്യുന്നതനായ യഹോവേ, ഞാൻ അവിടുത്തെ നാമത്തെ കീർത്തിക്കും. ആ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് മറന്നു പോകരുത്. ഇനി ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 52:9 പറയുന്നു, അങ്ങ് അത് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്നും അങ്ങേക്ക്, അതായത് അങ്ങ് അത് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്നും അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞാൻ തിരുനാമത്തിൽ പ്രത്യാശ വയ്ക്കും. അങ്ങയുടെ ഭക്തന്മാരെ മുമ്പാകെ അത് ഉചിതമല്ലയോ എന്ന് സങ്കീർത്തനം 52:9 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? വിശ്വസ്തത പാലിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്വീകരിക്കണം. ആ നാമത്തിൽ വിശ്വസിച്ച് ആ നാമത്തിൽ സ്നാനപ്പെട്ട് കിടന്നു പോകുന്ന തന്റെ ജനത്തെ സ്വീകരിക്കുവാനാണ് കർത്താവ് വരുന്നത്. അല്ലാതെ 3 ദൈവങ്ങളുടെയും 3 വ്യക്തികളുടെയും നാമത്തിൽ സ്നാനപ്പെട്ടവരുടെ കാര്യമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലേ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ കൊണ്ടുപോകാനാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. അല്ലാതെ വേറെ 3 ദൈവങ്ങളും 3 വ്യക്തികൾ കൂടിയിരിക്കുന്ന ദൈവമല്ല, ഏക ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവത്തെ അനുസരിക്കുന്ന, ആ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരെ കൊണ്ടുപോകാനാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് എന്നുള്ള കാര്യം ഈ തരുണത്തിൽ മറന്നു പോകരുത്. അതുകൊണ്ട് വിശ്വസ്തനായ ദാസനായിരിക്കുക എന്നുള്ള കാര്യം അവിടെ ബുദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവവചനത്തിൽ നിന്നും ബുദ്ധി പഠിക്കണം. ആ ബുദ്ധി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് തീരുമാനിക്കേണ്ടത്, അല്ലേ? അല്ലാതെ നമ്മുടെ ബുദ്ധിയുടെ വൈഭവം കൊണ്ട് 3 പേരുണ്ട്, അവിടെ 3 പേരുണ്ടായിരുന്നു എന്നുള്ളതല്ല. അങ്ങനെയുള്ളവരൊന്നും കർത്താവിന്റെ നാളിൽ എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്ന് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അപ്പം വിശ്വസ്തനായിരിക്കണം. ബുദ്ധിമാനായ ദാസൻ ആരെന്ന് ചോദിച്ചിട്ട് അവസാനം പറയുന്നു, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അപ്പോ നമ്മൾ വായിക്കുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 21:7 നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാണുന്നു, വെളിപ്പാട് പുസ്തകം 21:7 നമ്മൾ കാണുന്നു, വായിക്കുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 21:7 നമ്മൾ വായിക്കുകയാണ്. 7-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് ഭോഷ്ക് പറയുന്നവർ ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ, അത് 2ാമത്തെ മരണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവമക്കളെ കൊണ്ടുപോകാൻ, ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. കാരണം അവന് വേണ്ടി കാത്തിരിക്കുന്നവർ, അല്ലേ,
വേറെ ആർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? 3 ദൈവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണോ വരുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അപ്പോ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം അവിടെ എഴുതിയിരിക്കുകയാണ്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായി യാതൊരു മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കിടക്കുകയില്ല. അപ്പൊ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുണ്ടാകണം. പേരുണ്ടെങ്കിൽ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. അപ്പൊ പേരുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നാളുകൾ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്, അല്ലെ? അപ്പോ കർത്താവിന്റെ നാളിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുക, നമ്മളെ തന്നെ ഒരുക്കി നിർത്തുവാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു മാറ്റമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. കാരണം കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. അപ്പോൾ ആ ഒരു നാളേക്കായി നമ്മൾ കാത്തിരിക്കുന്നു. കർത്താവ് വരും എന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരും. 51-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യജമാനൻ വന്നവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോട് പങ്കു കൽപ്പിക്കും, അവരെ കരച്ചിലും പല്ലുകിടിയും ഉണ്ടാകും. അതാണ് ഞാനിപ്പോ വായിച്ചത്. 8:12 നമ്മൾ വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 8:12. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പ്രജകളെ കുറിച്ചാണ് ഇത് പറയുന്നത്. രാജ്യത്തിന്റെ പുത്രന്മാർ ഉപയോഗിച്ച രാജ്യം ആദ്യം ആർക്കുള്ളവരായിരുന്നു? ഇസ്രായേൽ ജനതയായിരുന്നു. അപ്പോ രാജാവ് 2 നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ ദൈവരാജ്യം പ്രസംഗിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് നമ്മൾ വിവരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാനസാന്തരപ്പെട്ട് തന്നിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ രാജാവിന് കീഴ്പ്പെടാത്തവരാരും എന്ത് ചെയ്യത്തില്ല, ഇതിനെ കൂട്ടാക്കില്ല. നാശം മാത്രമായിരിക്കും അതിന്റെ ഫലം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷിതാവുമായി കരുതിയവരെ മാത്രമേ അവൻ കൊണ്ടുപോകത്തുള്ളൂ. വേറെ ഒരു വ്യക്തിയും അവൻ കൊണ്ടുപോകാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ത്രിയേകമാണ്, തൃത്വമാണ്, യഹോവ സാക്ഷിയാണ്, യാഹ്വേ വിറ്റ്നസ് ആണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. അവനെ നാഥനും കർത്താവുമായി സ്വീകരിച്ചവർ മാത്രം പോകും. അവനെ വെറും മനുഷ്യനായി കാണും, ദൈവത്വമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല അത്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു, എന്നെ വെടിപ്പിച്ചു, അവൻ നമുക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേൽക്കാതെ ഒരാൾക്കും ആ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ 2-ാം വരവിൽ നിങ്ങൾ എടുക്കപ്പെടുകയില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ആമേൻ.